ജപമാല രാജ്ഞിക്കൊപ്പം എന്ന ശുശ്രൂഷയിലേക്ക് ഇന്നേ ദിവസം സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒക്ടോബറിൻ്റെ എല്ലാ പുണ്യങ്ങളും, ഒരുപാട് വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കുന്ന ഒരു മാസമാണല്ലോ ഒക്ടോബർ മാസം. നമുക്കെല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥം തേടിക്കൊണ്ട് സകല വിശുദ്ധരോടുമുള്ള ഒരു ചെറിയ പ്രാർത്ഥന ഗാനരൂപത്തിൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥം നമുക്കൊന്ന് തേടാം. നമുക്ക് ആ ഗാനമൊന്നും മുഴുവനായിട്ട് നമുക്ക് പാടാൻ പറ്റില്ല. എങ്കിലും ഒക്ടോബർ മാസത്തിൽ ഒരുപാട് വിശുദ്ധരെ, കൊച്ചുറേസ്യ പുണ്യവതി, വിശുദ്ധ ഫൗസ്റ്റീന, വിശുദ്ധ ജോൺ ബോൾ പാപ്പ, അങ്ങനെ ഒരുപാട് വിശുദ്ധരെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, സകല വിശുദ്ധരുടെയും തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് ജപമാല രാജ്ഞിയോടൊക്കെ ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുക. നമുക്കൊരുപാട് വിശുദ്ധരുടെ മാധ്യസ്ഥം നമ്മൾ തേടുന്നുണ്ട്. നമുക്കിന്നേ ദിവസം നമ്മുടെ കുടുംബത്തിൻ്റെ ചില വിശുദ്ധരുണ്ട്, നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥരുണ്ട്. ചില കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടി വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഓർമ്മശക്തി കിട്ടാൻ ഞാൻ ഈ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് പേടി തോന്നുമ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ബെനഡിക്റ്റിനോട് പ്രാർത്ഥിക്കണം, അതുപോലെ വിശുദ്ധ മിഖായലിൻ്റെ മാധ്യസ്ഥം തേടണം, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം, കൊച്ചുറേസ്യ പുണ്യവതിയോട് പ്രാർത്ഥിക്കണം. നമുക്കതുകൊണ്ട് ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥം തേടണം. കാരണം ഈ വിശുദ്ധരെ വിശുദ്ധരാക്കിയത് ഈ പരിശുദ്ധ അമ്മയോടുള്ള ദൈവമാതൃഭക്തിയും കർത്താവിൻ്റെ ജീവിതത്തോടുള്ള ധ്യാനവുമൊക്കെയാണ്. കാരണം അവർ ഏതെങ്കിലും ഒരു വചനം ആപ്തവാക്യമായിട്ട് എടുത്തു. നമുക്ക് സാധിക്കുന്നവരൊക്കെ, കുടുംബത്തിലുള്ളവരൊക്കെ എഴുന്നേറ്റ് നിന്ന് എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥം തേടി പുണ്യപൂർണ്ണത സ്വീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ, റൂഹായേ കനിയണമേ, ത്രിയേക ദൈവമേ കനിയണമേ, പരിശുദ്ധമാലാഖമാരേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പരിശുദ്ധ കന്യ മറിയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ പത്രോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ പൗലോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ മത്തായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ മാർക്കോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ ലൂക്കോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ തോമസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധയായ അന്നായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധയാമൽ പൊൻസമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധയാമൽ പ്രേസ്യമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധ മറിയം ത്രേസ്യായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധ മദർ തെരേസായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പരിശുദ്ധ മാലാഖമാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധ രക്തസാക്ഷികളെ പ്രാർത്ഥിക്കണമേ
ഞങ്ങൾക്കായി. മാനവ ദൂതന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആവേ മരിയ 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 ആവേ മരിയ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥം ഈ സമയം അപേക്ഷിക്കാം. ഈ വിശുദ്ധരുടെ സംരക്ഷണം നമുക്ക് നമ്മുടെ ഭവനത്തിന് ചുറ്റും ഉറപ്പാക്കാം. കട്ടിലിൽ രോഗികളായി കിടക്കുന്നവർ, ആശുപത്രിയിൽ ഒരുപാട് രോഗവുമായിട്ട് കഴിഞ്ഞുകൂടുന്നവർ, ഒരുപാട് സങ്കടങ്ങളായിട്ട് കഴിയുന്ന മക്കൾ, എത്ര പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ സാധിക്കാത്തവർ, ഒറ്റപ്പെട്ടു പോയവർ, കടബാധ്യതകൾ കഴിയുന്നവർ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹം നടക്കാതെ വേദനിക്കുന്ന മക്കൾ, എല്ലാവരാലും തെറ്റിദ്ധരിക്കപ്പെട്ട് കഴിയുന്നവർ, ഈ സംഘർഷങ്ങളിലൂടെ എല്ലാം കടന്നുപോയവരാണ് നമ്മളുടെ വിശുദ്ധര്. ആ വിശുദ്ധരോട് പ്രാർത്ഥിക്കാം. ഈശോയേ, ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് ഉറപ്പാക്കുമ്പോൾ അവരെ പോലെ ഞങ്ങളും ക്രിസ്തീയ പരിപൂർണതയിലേക്ക് വളരാൻ പ്രാർത്ഥിക്കണമേ. അമ്മ മാതാവേ, ഈ ഒരു വലിയൊരു നിയോഗം ഈ 12-ാമത്തെ ദിവസം അമ്മയ്ക്കൊപ്പം ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുകയാണ്, ഒരു ക്രിസ്തീയ പരിപൂർണതയിലേക്ക് വളരാൻ. അമ്മ മാതാവേ, ഈ 31 ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളും ഈ പരിപൂർണതയിലേക്ക് വളരാൻ അമ്മ പ്രാർത്ഥിക്കണമേ. താഴ്മയോടെ ഈ നിയോഗം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. 31 ദിവസത്തെയും ഞങ്ങളുടെ നിയോഗം ഇതാണല്ലോ, തൻ്റെ ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചതുപോലെ എളിമയോടെ ക്രിസ്തീയ പരിപൂർണതയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് ഈ ജപമാലയെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ, ജപമാല രാജ്ഞിക്കൊപ്പം എന്നുള്ള ശുശ്രൂഷയിലെ വിവിധ ചിന്തകൾ ഞങ്ങൾക്കൊരു ആത്മീയ വളർച്ച പ്രദാനം ചെയ്യണമേ. വിശുദ്ധരെ സഹായിച്ച, വിശുദ്ധരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധ അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർലോകരാജ്ഞി കരുണാംബികയാമെന്നമ്മേ, കണ്ണീരിലാഴുമ്പോൾ നീ കൈകൾ നീട്ടു, കണ്ണീർ തുടച്ച് എൻ കണ്ണിൽ അഞ്ജനമെഴുതിച്ച് ഈശോയിലെന്നെ നീ ചേർക്കേണമേ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. അമ്മേ മാതാവേ, നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആവേ മരിയ ആവേ മരിയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാം. ഈശോ തൻ്റെ മലയിലെ പ്രസംഗത്തിൽ ഈ 5-ാമത്തെ അധ്യായം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതിന് 48-ാമത്തെ വചനത്തിൽ പറയുകയാണ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ.
തൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ വലിയ പുരുഷാരവത്തോട്, ജനക്കൂട്ടത്തോട്, കുഞ്ഞുങ്ങളോട്, സ്ത്രീകളോടെല്ലാം ഈശോ പറയുകയാണ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അങ്ങനെ പരിപൂർണതയിൽ ജീവിച്ച ഒരമ്മ മാതാവിനോടൊപ്പമാണ് നമ്മൾ ഈ ശുശ്രൂഷ ഈ ദിവസങ്ങളിലെല്ലാം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇവൾ സ്ത്രീകളിൽ ഏറ്റവും ബഹുമാന്യത, മനുഷ്യരിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടവൾ. അതുകൊണ്ടാണ് ഇതിനെ പരിശുദ്ധ അമ്മ എന്ന് വിളിക്കുന്നത്. മറ്റുള്ള എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ധൂളിയ, ഏറ്റവും അതിവണക്കം ഈ അമ്മയ്ക്ക് നൽകുന്നു വെച്ചാൽ ഇവൾ ഈ പൂർണ്ണതയിൽ മുഴുവൻ, ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന പൂർണ്ണത മുഴുവൻ ഏറ്റെടുത്ത അമ്മയാണ്. അതുകൊണ്ടാണ് ഹൈപ്പർ ധൂളിയ, അതിവണക്കം പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ എന്നാണ് അമ്മയെ വിശേഷിപ്പിക്കുന്നത്. പരിശുദ്ധ കത്തോലിക്ക സഭ, ദ ഹോളിനെസ് ഓഫ് ദ കാത്തലിക് ചർച്ച്. അപ്പൊ ഈ പരിശുദ്ധ സഭയുടെ പൂർണ്ണത മുഴുവൻ അത് ക്രിസ്തുവിലാണ്. ഈശോയുടെ ആ അമ്മയായതു വഴിയായി, പിതാവായ ദൈവത്തിൻ്റെ മകളായതു വഴിയായി, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായതു വഴിയായി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ തൃത്വത്തോട് അമ്മ അതുപോലെ താതാത്മ്യപ്പെട്ടതുകൊണ്ട് ക്രിസ്തീയ പൂർണ്ണത മുഴുവൻ ഈ അമ്മയിലുണ്ട്. അതുകൊണ്ടാണ് ഈ അമ്മയ്ക്ക് ഇത്രയും മഹത്വം സഭ നൽകുന്നത്. ഈ ജപമാല രാജ്ഞി എന്ന് പറഞ്ഞ് 1 മാസം നീണ്ടു നിൽക്കുന്ന ഈ ശുശ്രൂഷ, ജപമാല രാജ്ഞിക്കൊപ്പം എന്ന് പറഞ്ഞ് ഈ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നതാ, ഈ അമ്മയെ പ്രഘോഷിക്കണമെന്ന് പുത്രൻ ആഗ്രഹിക്കുന്നു, സഭ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ക്രിസ്തീയ പരിപൂർണതയിലേക്ക് വളരാൻ ഉത്തമ മാതൃകയാണ് അമ്മ മാതാവ്. അതുപോലെയാണ് ഈ വിശുദ്ധര്. അപ്പോൾ എന്തായിരുന്നു അവരുടെ പിന്നിൽ ഈ ക്രിസ്തീയ പരിപൂർണതയിലേക്ക് വളരാൻ അവരെ സഹായിച്ചത്? അവരെന്താണ്? ഈശോ മിശിഹായുടെ, മനുഷ്യനായി അവതരിച്ച ഈശോ മിശിഹായുടെ ജീവിതത്തിലെ പല പുണ്യങ്ങളും അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കാൻ നോക്കി. ഈശോയുടെ ജനനം മുതൽ എന്ന് പറഞ്ഞാൽ ഓർക്കുകയാണ്, പരിശുദ്ധ അമ്മ അവന് ദൈവദൂതനിൽ നിന്ന് ആ വലിയ വാഗ്ദാനം സ്വീകരിച്ച ശേഷം, ഈശോയെ തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ച അന്നു മുതൽ അമ്മ മാതാവ് ധ്യാനിക്കുന്നത് ആരെയാ? ഈശോയെ. എന്നിട്ട് ഇവനെ കാണുന്ന നിമിഷമുണ്ട്, ആ വൈക്കോലിൽ, ആ പുൽത്തൊഴുത്തിൽ പ്രസവിക്കുന്ന സമയം അമ്മ ധ്യാനിക്കുന്നത് ശിശു എന്ന് പറഞ്ഞ ദൈവം മനുഷ്യനായി അവതരിച്ച് ഇത്രമാത്രം എളിമപ്പെട്ട് ആ വൈക്കോൽ കൂനയിൽ അവനെ പ്രസവിച്ച് കിടത്തുമ്പോൾ അമ്മ ആ ഉണ്ണീശോയെ ധ്യാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ ധ്യാനാത്മകമായ ജീവിതം ആരംഭിക്കുകയാണ്. പിന്നീട് ഈ കുഞ്ഞ് വളരുന്ന ഓരോ സമയവും ഈ അമ്മ ഓർക്കുക, സ്വർഗം എത്രമാത്രം എന്നെ അനുഗ്രഹിക്കുന്നു. കാരണം എന്താ? സൃഷ്ടാവ്, പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യനായി അവതരിച്ച് എന്നോടൊപ്പം, യോസേപ്പിതാവിനോടൊപ്പം വളരുന്നു. അപ്പം അമ്മ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുത്രനെ ധ്യാനിക്കുമ്പോൾ എന്താ? അമ്മ സ്വർഗത്തിലേക്കാണ് കണ്ണുകൾ ഉയർത്തുന്നത്. പുത്രനെ ധ്യാനിക്കുന്ന സമയം അമ്മയുടെ നോട്ടം മുഴുവൻ സ്വർഗത്തിലേക്ക് അമ്മ എത്തിച്ചേരുന്നത് അതാ. അപ്പം ഈ പൂർണ്ണതയിലേക്ക് വളരുന്നതാ ഈ കുഞ്ഞുനാൾ മുതലുള്ള ഉണ്ണീശോടൊപ്പം. പിന്നീട് വളർന്നു വലുതായി ഒരു യുവാവായി അത് പൂർണ്ണതയിലേക്ക് പരസ്യ ജീവിതം ആരംഭിക്കുന്ന സമയത്തും അമ്മ അതിനുള്ള വഴി തുറക്കുക. മകനെ, അവർ പറയുന്നത് ചെയ്തോ, അവർക്ക് ആവശ്യമാണത്, അവർക്ക് വീഞ്ഞില്ല, അതുകൊണ്ട് അമ്മ അവനോട് കൽപ്പിക്കുകയാണ്. അമ്മ പറയുകയാണ്, സ്വർഗത്തിൻ്റെ രാജ്ഞി, അതായത് പിതാവിൻ്റെ പ്രിയപ്പെട്ട മകൾ, പുത്രൻ്റെ മാതാവ് പറയുകയാണ്, മകനെ സമയമായി എന്ന് പറഞ്ഞാൽ പിന്നീട് അമ്മ ധ്യാനിക്കുന്ന മുഴുവൻ പരസ്യ ജീവിതത്തിൽ തൻ്റെ പുത്രൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അവൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം അമ്മ ധ്യാനിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശുദ്ധരെല്ലാം ധ്യാനിച്ചത് ഈ പൂർണ്ണതയിലേക്ക് എത്താൻ എന്താണ്? അവൻ്റെ പെസഹ രഹസ്യങ്ങൾ, രക്ഷാകര രഹസ്യങ്ങളിൽ ഈശോ ചെയ്ത പ്രവൃത്തികൾ, അതിലേക്ക് സഭ കൊണ്ടുവന്ന പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ആ കാര്യങ്ങൾ ധ്യാനിക്കുകയാണ് വിശുദ്ധര്. ഈ ജപമാല രാജ്ഞിക്കൊപ്പം എന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത് ക്രിസ്തീയ പരിപൂർണതയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങൾ, അതാണ് ഏറ്റവും മനോഹരമായിട്ട് അത് കൊടുത്തിരിക്കുന്നത്. എവിടെയാ? ഈ 4 രഹസ്യങ്ങളിലായിട്ട്. ആദ്യത്തെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ എന്താണ്? ഈശോയുടെ ജനനം മുതൽ അവൻ്റെ ബാല്യകാലത്ത് ജ്ഞാനികളെ പോലും വിസ്മയിപ്പിക്കാത്ത അവൻ്റെ അഗാധമായ ജ്ഞാനത്തെ വെളിപ്പെടുത്തുന്ന അവൻ ആ 5ാമത്തെ രഹസ്യം വരെ. പിന്നീട് എന്താണ്? പരസ്യജീവിതം മുഴുവൻ അത് അമ്മ കൂടെ ധ്യാനിച്ചതാ. പിന്നീട് ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ, ആ കുരിശിൻ്റെ വഴിയിൽ തൻ്റെ പ്രിയപ്പെട്ട മകൻ രാത്രിയിൽ ആ പിലാത്തോസിൻ്റെ ഭവനത്തിലേക്ക് പിടിക്കപ്പെട്ടത് മുതൽ, യൂദാസ് ഒറ്റിക്കൊടുത്ത സമയം മുതൽ ഈ അമ്മ നീറുകയാണ്. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന് ശിമയോൻ പ്രവചിച്ചത് അമ്മ പിന്നീട് അനുഭവിക്കുകയാണ് ആ കുരിശിൻ്റെ വഴികളിലൂടെ.
മെൽ ഗിബ്സൺ എന്ന ആ ചിത്രകാരൻ്റെ, ആ സിനിമാ സംവിധായകൻ്റെ മനോഹരമായ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമയിൽ നമ്മൾ ദൃശ്യമാധ്യമത്തിലൂടെ അത് കാണുകയുണ്ടായി. ഒരുപാട് ഈശോയെക്കുറിച്ചുള്ള സിനിമകളിലൂടെ അമ്മ കൂടെ സഞ്ചരിക്കുകയാണ്. അമ്മ ധ്യാന വിഷയമാക്കുക പുത്രൻ്റെ പീഡാനുഭവങ്ങളും മരണങ്ങളൊക്കെ. എന്നിട്ട് അമ്മ മഹത്വം മുഴുവൻ കാണുക, അവൻ്റെ ഉത്ഥാനശേഷമുള്ള സ്വർഗാരോപണം, പരിശുദ്ധാത്മാവ് വരുന്നത്, ആദിമ സഭയുടെ പ്രവർത്തനങ്ങൾ. അങ്ങനെ ജീവിച്ച അമ്മ വലിയൊരു പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുക. അമ്മ ശരീരത്തോടുകൂടി ഉടലോടെ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. കിരീടധാരണം അമ്മ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ട, ഇത് ക്രൈസ്തവ ജീവിതത്തിൽ നാം എല്ലാം ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് വളർച്ച പ്രാപിക്കേണ്ടവരാണ്. നമ്മൾ ഇന്നലെ ധ്യാന വിഷയമാക്കിയതും കൊളോസോസ് സഭയ്ക്ക് എഴുതിയ പൗലോസ്ലീഹയുടെ ലേഖന ഭാഗത്തുനിന്ന്. ഇത് പൗലോസ്ലീഹ വീണ്ടും ഈ കൊളോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, നമുക്കതുകൊണ്ട് എന്തു ചെയ്യണം? നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ഇവിടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത്, നമ്മളുടെ മാമോദിസയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് ജനിച്ച സമയത്ത് ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. അതാണ് ജ്ഞാനസ്നാന വേളയിൽ സംഭവിക്കുന്ന. എന്താണ് ശരിക്കും നമ്മുടെ ഒരു രണ്ടാമത്തെ ജനനം നിക്കോദെമോസിനോട് വീണ്ടും ജനിക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ ജനിച്ച കുഞ്ഞ് വീണ്ടും ജനിക്കുക. ഈ വിശുദ്ധരെന്താണ്? കർത്താവിനെ തിരിച്ചറിഞ്ഞ നിമിഷം ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പൗലോസ്ലീഹ പറയുന്ന കാര്യതാ, ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, അവനോടൊപ്പം ഞാൻ മരിച്ചു, എന്നിട്ട് എന്താണ്? വീണ്ടും ഉയർത്തെഴുന്നേൽക്കുക, പുതിയൊരു സൃഷ്ടിയായി തീരുക എന്നതാണ് പരമപ്രധാനം. ഇപ്പം നമ്മൾ ഈ ജപമാല രാജ്ഞിക ഈ ശുശ്രൂഷ കൂടുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലിരുന്നോ കൂടുമ്പോൾ എന്താണ്? പുതിയൊരു സൃഷ്ടിയായി തീരണം. എനിക്ക് ഈ 2024 എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണം ഈ ജപമാല ചൊല്ലി. കാരണം എന്താണ്? ഈ വിശുദ്ധർ ഇതുപോലെ സഹനങ്ങൾ ഏറ്റെടുത്ത് ക്രിസ്തുവിനെ അവർ അതേപോലെ അനുകരിക്കാൻ ശ്രമിച്ചു. ക്രിസ്താനുകരണം എന്ന മനോഹരമായ തോമസ് അക്കംബിസിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതാണ് ഓരോ ദിവസവും ധ്യാനിക്കുക, 365 ദിവസവും ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി തീരുക. അവൻ്റെ പുണ്യങ്ങൾ, അവൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളെ ധ്യാന വിഷയമാക്കുക. ഈ ജപമാല ഈ 4 രഹസ്യങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ ഈ കാര്യങ്ങൾ മുഴുവൻ അനുസ്മരിച്ചു പോവുക. അത് വെറുതെ ചൊല്ലിക്കൂട്ടലല്ല, അത് വേറൊരു കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നിയോഗത്തിന് വേണ്ടി ചെല്ലുന്നൊരു കാര്യം മാത്രമല്ല. ഈ ക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ മുഴുവൻ ധ്യാന വിഷയമാക്കണം. അമ്മ ധ്യാനിച്ചതുപോലെ, അമ്മ ജീവിച്ചതുപോലെ. അതിലേക്കാണ് ഈ വിളി വരുന്നത്, ക്രിസ്തീയ പരിപൂർണ്ണ. എന്നിട്ട് പറയാണ്, വചനം പറയാണ്, മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസനിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇത് സാധിച്ചവരാണ് ഓരോ ക്രൈസ്തവൻ, അല്ലെങ്കിൽ പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് നിൽക്കുന്നവർ. അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുന്നവരൊരു രണ്ടാമത്തെ ഒരു ജനനം അവർക്കുണ്ടാകുന്നുണ്ട്. ഇതാണ് പാപത്തിൽ നിന്ന് നിത്യജീവനിലേക്കുള്ള ഒരു പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഒരു വിളി സ്വീകരിച്ചിരിക്കുകയാണ്. എന്താണ് ആ വിളി? നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമാണ്. ആ ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. പരിശുദ്ധ കുമ്പസാരത്തിലൂടെ, പരിശുദ്ധ മാമോദീസായിലൂടെ എല്ലാം ക്ഷമിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ദോഷകരമായിരുന്ന എല്ലാ ലിഖിത നിയമങ്ങളെയും അവൻ മായ്ച്ചു കളയുകയും അവയിൽ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി. അപ്പം എന്താണ്? ഈ കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ ധ്യാന വിഷയമാക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. പ്രിയപ്പെട്ടവരെ, രോഗികളായി കിടക്കുന്നവർ, ഒറ്റപ്പെട്ട് കിടക്കുന്നവർ, അവർക്ക് ഇതാണ് ശക്തി കിട്ടിയത്. സ്ലീഹന്മാരെ ശക്തിപ്പെടുത്തിയത് ഇതാണ്. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. പത്രോസായിട്ട് പറഞ്ഞു, ഇനി അവൻ്റെ നാമത്തിൽ സംസാരിക്കരുത്. ശക്തമായ താക്കീത് നൽകി, ശിക്ഷകൾ നൽകി അവരെ പുറത്തേക്ക് വിട്ട് പറഞ്ഞു, അവൻ്റെ നാമത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. പക്ഷെ അപ്പസ്തോല പ്രവർത്തനം നമ്മൾ കാണുകയാണ്, ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റും. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. കാരണം എന്താണ്? ഇത് ഞങ്ങൾ ധ്യാനിച്ചു, ഇത് ഞങ്ങൾ സ്വീകരിച്ചു, അത് ഞങ്ങൾ കണ്ടറിഞ്ഞു, തൊട്ടറിഞ്ഞു. അവൻ്റെ മുറിവിൽ വിലാപ്പുറത്ത് ഞങ്ങൾ സ്പർശിച്ചു. ഭാരതത്തിന് അപ്പസ്തോലനായ തോമാസ് ശ്ലീഹ പറയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ള വിളി ഉണ്ടാകുന്ന എവിടെയാ? അത് ശരിക്കും അവൻ്റെ കണ്ണുകളിൽ അത് കണ്ടു. നമുക്ക് അതുകൊണ്ട് ഈ ഒരു അനുഭവം ഉണ്ടാകണം. ആത്മീയത, ജപമാല നമുക്കൊരു അനുഭവമായി മാറണം പ്രിയപ്പെട്ടവരെ. അത് കുടുംബങ്ങളിലുമ്പോൾ പരിശുദ്ധ അമ്മയെ ഇതുപോലെ സ്നേഹിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാര്യങ്ങൾ എന്താണ്? വിശുദ്ധർ പറഞ്ഞു, രക്തസാക്ഷികളുടെയും ഒരു ശീലമായിരുന്നു എന്നാ പറയുന്നത് ഈ പ്രാർത്ഥന. ഈ പുണ്യങ്ങൾ അഭ്യസിക്കുക എന്ന് പറയുന്ന ഒരു ശീലമാണ്. ഓരോ ദിവസവും ഒരു ക്രിസ്തുവിനെ അനുകരിക്കുകയാണ്. ഓരോ പുണ്യങ്ങളിൽ വളരാൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതൊരു ശീലമായി മാറി. പ്രാർത്ഥന ഒരു ശീലമായി മാറി, ധ്യാനം ഒരു ശീലമായി മാറി. അല്ലാതെ വല്ലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതല്ല പ്രാർത്ഥന എന്നുള്ളത്. ഇതൊരു ശീലമായി മാറി. അതുകൊണ്ട് നമുക്ക് ഈ ജപമാല ചൊല്ലുന്നത്, ഈ രഹസ്യങ്ങൾ ധ്യാനിക്കുന്നത് ഒരു ശീലമായി മാറണം. അങ്ങനെ ഒരു ശീലമായി മാറിയാലാണ് ക്രിസ്തീയ പരിപൂർണ്ണത. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്, അല്ലാതെ വല്ലപ്പോഴും പ്രാർത്ഥിച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക സമയം വരുന്നു, അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രം കുർബാനയ്ക്ക് പോയി, അല്ലെങ്കിൽ സമയവും സാഹചര്യം ഉള്ളപ്പോൾ ജപമാല ചൊല്ലി, അല്ലെങ്കിൽ എനിക്കൊക്കെ ബാക്കി ലോകത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നടന്നു, ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ നടന്നു, ചില പ്രതിസന്ധികൾ വന്നപ്പോൾ മാത്രം പ്രാർത്ഥിക്കാൻ പോയി. അതല്ല ആത്മീയത. ആത്മീയ ജീവിതം അങ്ങനെയല്ല. സ്ഥിരതയുള്ളത്, നിരന്തരമായ ഒരു പോരാട്ടത്തിലായിരിക്കുക. അപ്പോൾ അവിടെ എന്താണ് നമുക്ക് പറയുന്നത്? ക്രിസ്തുവിൻ്റെ ഓട്ടക്കാരായിരുന്നു രക്തസാക്ഷികൾ എന്നൊക്കെയാണ് പല ഗ്രന്ഥങ്ങൾ എഴുതിയത്. കാരണം എന്താണ്? അവരെന്ത് ചെയ്തു? അവർ അവിടുത്തെ ചാമ്പ്യം, രക്തം വാർന്നൊഴുകിയപ്പോൾ, ശരീരം ക്രൂരമായ പീഡകളിൽ തകർക്കപ്പെട്ടപ്പോൾ, ഒരുപാട് സഹനങ്ങളെപ്പോൾ അവരുടെ ആത്മാവുകൾ നമ്മുടെ കർത്താവിൻ്റെ മുറിവുകളിൽ മറയ്ക്കപ്പെടുകയായിരുന്നു. ആ തിരുമുറിവുകൾ അവരെ അദൃശ്യരാക്കി. ലോകദൃഷ്ടിയിൽ അവർ ഭോഷന്മാരായി തീർന്നെങ്കിലും ദൈവദൃഷ്ടിയിൽ അവർ ശ്രേഷ്ഠന്മാരായി തീരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ 12-ാം തീയതി ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കണം, ഇത് ഈ പുണ്യങ്ങൾ അഭ്യസിക്കുക എന്നുള്ളത് വിശുദ്ധരുടെ മാത്രം എന്തെങ്കിലും യോഗ്യതകൾ മാത്രമാണെന്ന് കരുതരുത്. അല്ലെങ്കിൽ വൈദികരോ സമർപ്പിതരോ തിരഞ്ഞെടുക്കപ്പെട്ടവരോ മാത്രമാണ് ഈ രഹസ്യങ്ങളൊക്കെ ധ്യാനിച്ച് മുന്നോട്ട് പോകേണ്ടതെന്നും നിങ്ങൾ കരുതരുത്. ശുശ്രൂഷകരുടെ ജോലിയാണ്. എല്ലാ മക്കൾക്കും ഈ വിളിയുണ്ട്. കാരണം എന്താണ്? നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, ക്രിസ്തുവിൻ്റെ, യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന അവനിൽ ജീവിക്കണം, അവനിൽ വേരുറപ്പിക്കപ്പെടണം, പണിതുയർത്തപ്പെടണം. ദൃഢത പ്രാപിച്ചുകൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുവൻ നിങ്ങൾ മുഴുകണം. എല്ലാ മക്കളുടെയും വിളിയാണത്. എല്ലാവരും ഈ ക്രിസ്തീയ പരിപൂർണതയിലേക്ക് വളർന്നു വരേണ്ടവരാണ്. അത് കൊച്ചുകുട്ടികൾ മുതൽ, തിരിച്ചറിയുന്ന പ്രായം മുതൽ. ഇപ്പം എന്താണ്? അവർക്ക് തിരിച്ചറിയാത്ത പ്രായത്തിൽ മാതാപിതാക്കൾ അവരത് പരിശീലിപ്പിക്കണം. അതാണ് ബാല്യം മുതലേ നീ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ഈ ഒരു തീരുമാനം എടുക്കാം. വിശുദ്ധരാകാൻ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കണം. ക്രിസ്തീയ പരിപൂർണതയിലേക്ക് വളരാൻ ഈ ക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. ആ പരിപൂർണ്ണ ഈ വിശുദ്ധർ അതാണ് അനുകരിച്ചത്. വിശുദ്ധരെ അനുകരിക്കുമ്പോൾ എന്താ? അവർ ശരിക്കും ദൈവവചനം പാലിക്കാനായിട്ട് ശ്രദ്ധയുള്ളവരായി തീർന്നു. ഓരോ വിശുദ്ധരുടെ ജീവിതത്തിൽ അവരുടെ പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു വചനം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ചില പുണ്യങ്ങൾ, ദാരിദ്ര്യം, സഹനം ഏറ്റെടുത്തവർ. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഒരു വിശുദ്ധരുടെ തീർത്ഥാടന കേന്ദ്രത്തിലേക്കോ ഒരു സൽക്രിയ പോലെ ഓർക്കാം. നമ്മുടെ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നമുക്കൊരു തീർത്ഥയാത്ര നടത്താൻ നമുക്ക് തീരുമാനമെടുക്കാം. ഇനി അതും സാധിക്കാത്തവർ ഭവനത്തിലിരുന്ന് വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി വിശുദ്ധരുടെ ഒരു ലുത്തിനിയ ഇന്ന് ഒരു സൽക്രിയയായിട്ട് നമ്മളത് ചൊല്ലുക. വിശുദ്ധരുടെ ലുത്തിനിയ സുഹൃതജപമായിട്ട് സകല വിശുദ്ധരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമുക്ക് സുഹൃതജപം പോലെ പലതവണ ഇന്നേ ദിവസം ചൊല്ലി പ്രാർത്ഥിക്കാം. നമുക്ക് ആരാധനയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ട് പ്രത്യേകമായിട്ടിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്ന ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച എല്ലാ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവിനോടൊപ്പം പ്രാർത്ഥിച്ച് നമുക്ക് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. പാപികൾക്കു പാപഭാരം പോക്കിടും സങ്കേതമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഈശോയെ ആരാധിച്ച് ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച് പ്രണയിച്ച് മരിച്ച ഒരു കൗമാരപ്രായക്കാരൻ്റെ തിരുനാൾ കൂടിയാണല്ലോ ഇന്ന്. വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസിൻ്റെ തിരുനാൾ ദിവസം. ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച
ആ കൗമാരക്കാരൻ്റെ മാധ്യസ്ഥം കൂടി ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ചോദിക്കാം. വാഴ്ത്തപ്പെട്ട കാർലോയെ, ദിവ്യകാരുണ്യ ഈശോയെ ഈ സ്നേഹിച്ചതുപോലെ ഈ നവമാധ്യമങ്ങളുടെ സുവിശേഷവൽക്കരണത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഈ നവമാധ്യമത്തിലൂടെയും ഈ മാധ്യമ സുവിശേഷവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിലുമൊക്കെ ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് നിൽക്കാൻ നിന്നെ പ്രേരിപ്പിച്ച ആ പ്രേരണ, ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്കും ഞങ്ങളുടെ യുവജനങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ ഈ തലമുറയ്ക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങെ പിരിയില്ല എൻ യേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങെ പിരിയില്ല എൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. കരങ്ങൾ വീശി ആരാധന, 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 ആരാധന. ഈശോയെ ആരാധിക്കാം. ആരാധന, ആരാധന. ഈശോയെ നോക്കി ആരാധിക്കാം. ആരാധന, 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 ആരാധന. എല്ലാം മറന്ന് ഈശോയെ ആരാധിക്കാം. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ദിവ്യകാരുണ്യനാഥ, പരിശുദ്ധ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുകണമേ. അങ്ങേ ആരാധിക്കുന്നവർക്ക് അവിടുത്തെ ദാനമായി നൽകുന്ന ഈ കൃപാവരത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക് ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, അങ്ങേക്കാൾ ആരാധന. വേറെയൊന്നിനെയും ഞങ്ങളെ ഒന്ന് ചേർന്ന് ആരാധന സ്നേഹിക്കില്ല ഞാൻ തീരുമാനമെടുത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ നമുക്ക് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാമത്തെ തിരുവചനം നമ്മളിന്ന് ധ്യാനിക്കുകയുണ്ടായി. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ക്രിസ്തീയ പൂർണ്ണതയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ഓരോ ദൈവ മകനും മകളും. ഈ അപ്പത്തോളം ചെറുതാകുവാൻ, ഇത്രത്തോളം എളിമപ്പെടുവാൻ കർത്താവ് ഓരോ മകനെയും മകളെയും ക്ഷണിക്കുന്നു.
പരിശുദ്ധ അമ്മ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത് മുഴുവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ തന്നെയാണ്. കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ചവള്. പുത്രനായ ഈശോ തൻ്റെ ഉദരത്തിലേക്ക് വന്ന ശേഷം അമ്മ ധ്യാനിച്ചതും മുഴുവൻ പിന്നെ ഈശോയെ. ആ വൈക്കോൽ തുറവില് ഈ ദിവ്യസുധന് ജന്മം നൽകിയ ശേഷം അമ്മ ആ കോമളമായ മുഖത്തേക്ക് നോക്കി ധ്യാനിച്ചതും ആരാധിച്ചതും ഈ മനുഷ്യനായി അവതരിച്ച ഈ ദൈവപുത്രനെയാണ്. ആ ഈശോയെ ആരാധിക്കുമ്പോൾ അവൻ്റെ പുണ്യങ്ങൾ, അവൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന അനേകം രഹസ്യങ്ങൾ, അവനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ലഭിക്കുന്ന വലിയ മഹത്വം, ഇതാണ് ഒരു വ്യക്തിയെ ക്രിസ്തീയ പരിപൂർണതയിലേക്ക് കൊണ്ടുപോകുവാൻ ഈശോ ഒരുക്കുന്ന വഴികൾ. ഈശോയെ ധ്യാന വിഷയമാക്കുക. ഈശോയുടെ മരണ ഉത്ഥാനത്തിന് ശേഷം ചരിത്രം പറയുന്നുണ്ട്. ശുദ്ധ മഗ്ദലന മറിയം റോമിലെ അല്ലെങ്കിൽ ജെറുസലേമിലെ ബോം എന്ന് പറയുന്ന ഒരു ദേവാലയത്തിൽ 30 വർഷക്കാലം തിരുലേപന ഔഷധം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ദേവാലയത്തിൽ ഈശോയെ മാത്രം ധ്യാനിച്ചുകൊണ്ട് മറ്റെങ്ങോട്ടും പോകാതെ ആരാധിച്ചുകൊണ്ട് അവൾ കഴിഞ്ഞുകൂടിയെന്ന്. ഇന്ന് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ദേവാലയത്തിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന അവളുടെ ശിരസ്, ഇത് കാണുവാൻ അനേകം ആയിരങ്ങൾ ഇന്ന് തീർത്ഥാടകരായി പോകുന്നുണ്ട്. കാരണം ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം മറ്റെങ്ങും പോകാതെ സെന്റ് ബോം എന്ന് പറയുന്ന സ്ഥലത്തെ ദേവാലയത്തിൽ ഈ വിശുദ്ധ മഗ്ദലന മറിയം പ്രാർത്ഥനയിൽ 30 വർഷക്കാലം ചെലവഴിച്ചു. കാരണം ഈശോയെ ആരാധിക്കുക എന്നുള്ളത് വിശുദ്ധർക്ക് വലിയൊരു ആനന്ദമായി, ലഹരിയായി മാറി. അവർ ധ്യാനിച്ചതും പ്രാർത്ഥിച്ചതും ഒന്നും മറ്റൊന്നുമല്ല, ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തിയുടെ കേന്ദ്രമായി അവർ ആരാധിച്ചത് ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങൾ, രക്ഷാകര രഹസ്യങ്ങൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള വായനകൾ, ദൈവവചനത്തിൽ നിന്ന് സ്വീകരിച്ച ശക്തിയാൽ അവർ സ്വീകരിച്ച ഉദാഹരണങ്ങൾ, അവൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ രക്ഷാകര സംഭവത്തിലെ ഓരോ കാര്യങ്ങൾ അനുസ്മരിച്ച് ധ്യാനിച്ചുകൊണ്ട് അവർ ഈശോയെ ആരാധിച്ചു. ഈ വിശുദ്ധര് പിന്നീട് കടന്നുപോയത് മുഴുവൻ ഈ വഴികളാണ്. സഹനങ്ങൾ വന്നപ്പോഴും, ഒരുപാട് ഞെരുക്കങ്ങൾ നേരിട്ടപ്പോഴും, പീഡനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഗുഹകളിലും കൂടാരങ്ങളിലും വനാന്തരങ്ങളിലും താമസിച്ചപ്പോഴും അവരെ പ്രേരിപ്പിച്ച, വിശുദ്ധിയിൽ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഈ ക്രിസ്തുവിനോടുള്ള സ്നേഹവും അവൻ്റെ പീഡാനുഭവത്തെ, കുരിശുമരണത്തെക്കുറിച്ചുള്ള ധ്യാനവുമായിരുന്നു. ഈ ജപമാല മുഴുവൻ ഈ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ വലിയൊരു ധ്യാനമാണ്. അമ്മ മാതാവ് ഈശോയുടെ പീഡാസഹനത്തെ ധ്യാനിച്ചവൾ. അമ്മ മാതാവ് അവൻ്റെ പരസ്യ ജീവിതം മുഴുവൻ കണ്ട് ധ്യാനിച്ചവൾ. അമ്മ മാതാവ് ഈശോയുടെ ബാല്യകാലം മുഴുവൻ ആരാധനയുടെ വിഷയമാക്കി മാറ്റിയവൾ. ഉത്ഥാനശേഷം സഭയെ അവൾ വലിയ ആരാധനയോടെ, ക്രിസ്തു സ്ഥാപിച്ച സഭയെ വലിയ ആരാധനയോടെ ഈ അമ്മ കണ്ടു. അത് അമ്മയ്ക്ക് വലിയ മഹത്വമാണ് സഭ നൽകിയത്. സ്വർഗം അനുവദിച്ചു കൊടുത്തത് ആരാധിച്ചവളെ എല്ലാറ്റിലും ഉന്നതമാക്കി ഈശോ മാറ്റി. പ്രിയപ്പെട്ടവരെ, ഈശോയെ ആരാധിക്കുന്ന സമൂഹങ്ങളെ, ക്രിസ്തുവിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നവർ, അവനെ ആരാധിക്കുന്നവരെ, അവൻ്റെ പുണ്യങ്ങളെയും അവൻ്റെ മഹത്വത്തെയും അവൻ്റെ പീഡാസഹനത്തെയും ധ്യാന വിഷയമാക്കുന്നവരെ കർത്താവ് ഉയർത്തും. ഈ എളിയവരെ കർത്താവ് ഉയർത്തും. ഈ എളിയവരെ, കുടുംബങ്ങളെ, സഭകളെ, കൂട്ടായ്മകളെ, ഇടവകകളെ ഈശോ അനുഗ്രഹിക്കും. എന്നെ ആരാധിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. എന്നെ ആരാധിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും.
ഈ ഉറപ്പാണ് ദിവ്യകാരുണ്യനാഥൻ നൽകുന്നത്. എന്നെ ആരാധിക്കുന്ന സ്ഥലങ്ങളെ ഞാൻ സമൃദ്ധി കൊണ്ട് നിറയ്ക്കും. എന്നെ ആരാധിക്കുന്ന ഇടങ്ങളെ ഞാൻ വിശുദ്ധീകരിക്കും. ഈ പുണ്യത്തിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ ഒരുപാട് ഉയർത്തും. ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിന്മേലങ്കിക്കുള്ളിൽ, ക്രൂശിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. ആവർത്തിച്ചു പാടാം. ക്രൂശിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. ആവർത്തിച്ച് നമുക്ക് പാടാം. ക്രൂശിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. ഈശോയുടെ പീഡാസഹനത്തെ മരണത്തെ ധ്യാനിച്ചുകൊണ്ട് ക്രൂശിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. പ്രാർത്ഥിക്കാം. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ മേലങ്കിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഇരുകരങ്ങളും ഈശോയുടെ നേരെ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ വിശുദ്ധീകരിക്കണം. ഈ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ തന്നെ കർത്താവേ, സ്വർഗത്തിന്റെ ഒരു പരിശുദ്ധി ഞങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഇപ്പൊ ചൊരിയണമേ. ലോകത്ത് എവിടെയെല്ലാം ഇരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടോ, വിശുദ്ധരിൽ നിറഞ്ഞ ആ പരിമളം ഈ സമയം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. വിശുദ്ധരിലേക്ക് നിറഞ്ഞ ആ വലിയ സ്നേഹം, ധീരതയോടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനെടുത്ത ആ തീരുമാനങ്ങൾ, ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാന്ന് പറഞ്ഞ അപ്പസ്തോലനിൽ ലഭിച്ച ആ ധൈര്യത്തിന്റെ അഭിഷേകം, ക്രിസ്തീയ പരിപൂർണതയിൽ വളരാൻ ആഗ്രഹിക്കുന്നവര് ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധ വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസിനെ പോലെ പ്രാർത്ഥനയുടെ ദിവ്യകാരുണ്യത്തിന്റെ പ്രേക്ഷിതനായി തീരാൻ, ഈശോയെ ആരാധിക്കാൻ ഈ തലമുറയിലെ യുവജനങ്ങൾക്ക് അവിടുന്ന് കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധി ഒരു വരമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക്, ഈശോയെ ആരാധിക്കുന്നവരിലേക്ക് ഈ പീഡാനുഭവത്തിന്റെ, ഈ മരണത്തിന്റെ, ഉത്ഥാനത്തിന്റെ മഹത്വമാർന്ന ജീവിതത്തിന്റെ കൃപകൾ കൊടുത്ത് ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കാം ഈശോയുടെ ക്രിസ്തീയ പരിപൂർണതയിൽ വളരാൻ, അനർഗളമായ സ്നേഹത്തോടെ, കൃതജ്ഞതാ പ്രകാശനത്തോടെ അവിടുത്തെ ആരാധിച്ചുകൊണ്ട് എല്ലാ വിശുദ്ധരുടെയും കൂട്ടായ്മയിൽ നമുക്ക് ഒന്നു ചേർന്ന് ഒരു വിശുദ്ധി ഞങ്ങൾക്ക് വരമായി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ അടിക്കാൻ സാധിക്കുന്നവർ കരങ്ങൾ അടിച്ചും ഈശോയെ ആരാധിച്ചുകൊണ്ടും ഹൃദയത്തിൽ അലതല്ലുന്ന ഒരു വലിയ ആനന്ദത്തോടെ നമുക്ക് ഈശോയെ ആരാധിച്ച് പാടി പ്രാർത്ഥിക്കാം. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി.
ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധന ആരാധന, സ്തുതി ആരാധന ആരാധന, സന്നിധിയിൽ ആരാധിച്ചുകൊണ്ട് ആരാധന ആരാധന, സ്തുതി ആരാധന ആരാധന. ഇരുകരങ്ങളും ഉയർത്തി വിളിക്കട്ടെ യേശുവേ. ആരാധന ആരാധന, ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിലേക്ക് നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അപ്പസ്തോലന്മാർ രാത്രികാലങ്ങളിൽ തടവറകൾക്കെല്ലാം ഉള്ളിലിടുന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ചതുപോലെ മാളിക മുറിയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ഏക മനസ്സോടെ അവർ പ്രാർത്ഥിച്ച് വലിയ ശക്തി പ്രാപിച്ചു. സദാസമയവും അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആ മാളിക മുറിയിൽ കഴിഞ്ഞുകൂടി. ചെങ്കടൽ പോലും രണ്ടായി വിഭജിച്ച ദൈവജനത്തിൻ്റെ ഒരു വിശ്വാസം, വിശുദ്ധരെ ശക്തിപ്പെടുത്തിയ ഈ ആരാധന ക്രിസ്തീയ പരിപൂർണതയിലേക്ക് വളരുവാൻ പ്രിയപ്പെട്ടവരെ ഈ ഒരു അഭിഷേകം സ്വീകരിക്കാൻ നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിച്ചു. അവൾക്കെല്ലാം ഈശോയായി മാറി. പൂർണ്ണമായും അവൾ ദൈവത്തിൻ്റെ ദാസിയായി തന്നെ തന്നെ സമർപ്പിച്ചു. നമുക്കും വിശുദ്ധരനുകരിച്ച പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയ ഈ മാതൃകയെ സ്വീകരിക്കാൻ കൃപ തരണമേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കാം. ഈ ആരാധനയുടെ സമയത്ത് ഒരുപാട് കൃപകൾ പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകട്ടെ. വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഈ സമയം സ്വർഗം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ മക്കളെയും ഈ സമയം സ്വർഗം തൊട്ടനുഗ്രഹിക്കട്ടെ. അനേകം വിശുദ്ധരുടെ പ്രാർത്ഥനകൾ കൂട്ടായി മാറട്ടെ. അനേകം വിശുദ്ധരുടെ മാധ്യസ്ഥം കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും വലിയ ബലമായി തീരട്ടെ. ഒന്നു ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്ന ഒരു സമൂഹം ഈ കാലഘട്ടങ്ങളിൽ ഓരോ ഇടവകളിലും അങ്ങ് രൂപീകരിക്കണമേ. ഒന്നു ചേർന്ന് ആരാധിക്കുന്നവരുടെ സമൂഹങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കർത്താവെ അവിടുന്ന് സഭയിലെമ്പാടും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ പരിപൂർണതയിലേക്ക് വളരുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. പാപത്തിനോടും പാപകരമായ സകലതിനോടും എന്നേക്കുമായിട്ട് കർത്താവെ അവയെ ഉപേക്ഷിക്കുവാനുള്ള കൃപ നൽകണമേ. ആരും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ, പാപത്തിനിരയാകാതിരിക്കുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ പരിപൂർണത മുഴുവൻ ക്രിസ്തുവിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ഈശോയെ, എല്ലാം നിന്നിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ ഞങ്ങളുടെ ഈ ലോക ജീവിതം, ഞങ്ങളുടെ ബലഹീനതകൾ, ഞങ്ങളുടെ അസ്വസ്ഥതകൾ, പാപത്തിൻ്റെ ദുശീലങ്ങൾ, തഴക്കദോഷങ്ങൾ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന വിവിധ തെറ്റുകൾ എല്ലാം ഞങ്ങൾ ഈശോയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, കർത്താവിൽ നിന്ന് പുണ്യങ്ങൾ സ്വീകരിക്കാൻ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്ന പുണ്യങ്ങൾ ജീവിതത്തിൽ അനുകരിക്കുവാൻ, വിശുദ്ധർ അങ്ങേ അനുകരിച്ചതുപോലെ തീഷ്ണതയോടെ നിന്നെ
അനുകരിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ. ആരാധിക്കാം നമുക്ക് കർത്താവിനെ. ഈ ലോകമോഹങ്ങളേക്കാൾ ഈ പ്രാർത്ഥനയോടെ നമുക്ക് പാടാം. ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോക നേട്ടങ്ങളേക്കാൾ ഈ ലോക സമ്പത്തിനേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഓ ദിവ്യകാരുണ്യനാഥ, വിശുദ്ധരനുകരിച്ചതും രക്തസാക്ഷികൾ ശീലിച്ചതും ഇന്നെൻ്റെ വിശുദ്ധനായ അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ട കാർലോ അക്യുറ്റസ് തൻ്റെ ചെറുപ്പത്തിൽ തൻ്റെ കൗമാരപ്രായത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ശീലിച്ചതായ കാര്യമുണ്ടല്ലോ, അവിടത്തേക്കുള്ള സ്നേഹത്തിൻ്റെ ആരാധന, അങ്ങയോടുള്ള വലിയ ഭക്തി, നിർമ്മലമായ ദൈവഭക്തി, ഈശോയെ ആരാധിക്കാനുള്ള വലിയൊരു താല്പര്യം, അത് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മ മാതാവേ, ഈ ഒരു പ്രാർത്ഥന വലിയൊരു നിയോഗമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ ഞങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുകയാണ്. ഈ ആരാധനയുടെ ആശീർവാദം അത് ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലേക്കും കടന്നു ചെല്ലട്ടെ. ഈ ശാലോം ടെലിവിഷൻ്റെ ശുശ്രൂഷകൾ മാധ്യമങ്ങളിലൂടെ ലോകത്തെവിടെയെല്ലാം ഇരുന്ന ആളുകൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ, അവരിലേക്കെല്ലാം ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ വിശുദ്ധരുടെ മാധ്യസ്ഥത്തിൻ്റെ വലിയ അഭിഷേകം അനേകം കുടുംബങ്ങൾക്ക് വലിയൊരു കൃപയായി മാറട്ടെ. ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി സകല പുണ്യവാന്മാരുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയുവാൻ എല്ലാ വിശുദ്ധരുടെയും പുണ്യ ജീവിതത്തിൻ്റെ വലിയ കൃപകൾ വലിയ അനുഗ്രഹമായി കൂട്ടായ്മയായി നിറയുവാൻ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പ്രാർത്ഥനയോടെ അവിടുത്തെ ആശീർവാദത്തിനായി ഞങ്ങൾ കൊതിക്കുന്നു. കർത്താവെ, ഈ ആശീർവാദം ഞങ്ങളുടെ തലമുറകളിലേക്ക് അവിടുന്ന് നൽകണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.